പിന്നെ എന്തെങ്കിലും അവാർഡ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞ വർഷം യുവകർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടോ? കേരള ഗവൺമെന്റ് പാട്യം പഞ്ചായത്ത് യുവ കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? ഇപ്പൊ നിലവിൽ എത്ര ലിറ്റർ ഒരു ദിവസം കിട്ടുന്ന പശുക്കൾ ഇപ്പോൾ ഉണ്ട്? ഒരു ദിവസം 29 ലിറ്റർ ഇറക്കുന്ന പശു. പക്ഷെ അത് എവിടെ നിന്ന് വാങ്ങിയ പശുക്കളാ? ചിന്താമണി. എത്ര നാൾ മുമ്പ് വാങ്ങിയതാ? ഒരു 1.5 വർഷം മുമ്പ് ചിന്താമണി മാർക്കറ്റിൽ നിന്ന് വാങ്ങി. കന്നി പശുവാ? സെക്കൻഡ് പ്രസവമാണ്. 29 ലിറ്റർ വരെ കിട്ടുന്നുണ്ട്. കാരണം എന്ത് വിലയായിരുന്നു നമുക്കത്? 1.10 വാങ്ങിയാണ്. ഇപ്പൊ അത് അടുത്ത ചനയടിക്കുകയാണോ? ചന നിൽക്കുകയാണ്. നമസ്കാരം, നമ്മുടെ പേരെങ്ങനെയായിരുന്നു പറഞ്ഞേ? നിതിൻ. കറക്റ്റ് സ്ഥലം എവിടെയാണ്? ആ, കുത്തുപറമ്പ് പഞ്ചായത്തില്. നമ്മുടെ ഫാമിന്റെ പേരെങ്ങനെയാണ്? മിൽക്ക് ബാർ ഡയറി ഫാം. എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്? ഇപ്പം 5 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മൊത്തം എത്ര പശുക്കൾ നമ്മൾ എടുത്തിട്ടുണ്ട്? ഇന്ന് 2 എഴുതി കാണുന്നത് 2. അപ്പം 3 സുഹൃത്തുക്കൾ വന്നതാണ്. അതിനകത്ത് ചേട്ടൻ 2 എടുത്തിട്ടുണ്ടായിരുന്നല്ലേ? ഇപ്പം നേരത്തെ എടുത്തിട്ടുണ്ടോ ഈ സ്ഥലത്ത് പശുക്കളെ എടുത്തിട്ടുണ്ടായിരുന്നോ? ഇപ്പം എത്ര നാൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നോ? എടുത്തിട്ടുണ്ടോ? അത് എവിടെ നിന്നാണ്? സേലത്തു നിന്നാണോ? സേലത്ത് തന്നെയാണ്. കന്നി പശുക്കൾ എടുത്തതാണോ? രണ്ടാമത്. ഇന്ന് നമ്മൾ എടുത്ത പശുക്കൾ കന്നി പശുക്കളൊക്കെയാണോ? പിന്നെ ഫാമിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പം ജോലിക്കാരുണ്ടോ? നമ്മൾ തന്നെയാണോ നോക്കുന്നത്? ജോലിക്കാരുണ്ട്. മൊത്തം എത്ര പശുക്കളായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞാൽ? 24 പശുക്കൾ. ഫാമിലിയാണോ നിൽക്കുന്നത്? 6. എത്ര ശമ്പളം? അവർക്ക് എന്ത് ശമ്പളം കൊടുക്കേണ്ടി വരും? നമ്മള് ഉള്ളത്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ശരി. എത്ര ലിറ്റർ പാൽ ഒരു ദിവസം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള്? 180 ലിറ്റർ. എത്രയും തുടങ്ങിയതാണ്? എത്ര പശുവും തുടങ്ങിയതാണ്? 2 പശുവും തുടങ്ങി. ഇപ്പൊ 24 പശുവിൽ എത്തി നിൽക്കുകയാണ്. നേരത്തെ എങ്ങനെ? വേറെ ഏത് ഫീൽഡെങ്കിലും അറിയാം? എന്തായിരുന്നു ബ്രോ? ഏത് ഫീൽഡായിരുന്നു നേരത്തെ? ഡ്രൈവർ ആയിരുന്നു. മീമിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാൻസിൽ എന്താ പഠിച്ച ബ്രോ? എന്ത് IT പഠിച്ചായിരുന്നു? അങ്ങനെ അത് പോയി. താല്പര്യമാണ്. പശുക്കളുണ്ടായിരുന്നു. വിട്ടു വന്നില്ല. അങ്ങനെ ലാസ്റ്റ് തോന്നി. എന്തെങ്കിലും സ്കീമായിട്ട് തുടങ്ങിയാണോ? നമ്മൾ തന്നെ ആദ്യം ക്യാഷ് ലോൺ എടുത്ത് എന്തെങ്കിലും തുടങ്ങിയാണോ? സഹായിച്ചു സ്റ്റാർട്ടിങ് സമയത്ത്. എത്ര പശുക്കളാണ് പിന്നെ 2 വാങ്ങാനായിട്ട്? പിന്നെ അതിൽ നിന്നാണോ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറ്റി കൊണ്ടുവന്ന ഓരോ പശുക്കളെ ആക്കാനായിട്ടുണ്ട്? ഇപ്പൊ നിലവിൽ എത്ര ലിറ്റർ ഒരു ദിവസം കിട്ടുന്ന പശുക്കൾ ഇപ്പോൾ ഉണ്ട്? പക്ഷെ അത് എവിടെ നിന്ന് വാങ്ങിയ പശുക്കളാ? ചിന്താമണി. എത്ര നാൾ മുമ്പ് വാങ്ങിയതാ? 1.5 വർഷം മുമ്പ് ചിന്താമണി മാർക്കറ്റിൽ നിന്ന് വാങ്ങി. കന്നി പശുവാ? സെക്കൻഡ് പ്രസവമാണ്. 30 ലിറ്റർ വരെ കിട്ടുന്നുണ്ട്. കാരണം എന്ത് വിലയായിരുന്നു നമുക്കത്? 1.10 വാങ്ങിയാണ്. ഇപ്പൊ അത് അടുത്ത ചനയടിക്കുകയാണോ? ചന നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ടൈപ്പിൽ കുറച്ച് പശുക്കളൊക്കെ ബാക്കിൽ കുറേ ടീംസ് എടുത്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ നല്ല അതേപോലെ ക്വാളിറ്റിയുള്ള പശുക്കൾ എടുത്തിട്ടുണ്ട്. അപ്പം ചിലർക്കൊരു സംശയമുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ 29-30 ലിറ്റർ കിട്ടുമോ എന്നുള്ളത്. നമ്മളിൽ 25 ലിറ്റർ 20 ലിറ്റർ എന്ന് പറയുമ്പോൾ ചിലർക്കൊരു അത്ഭുതം പോലെയാണ് ഇപ്പോൾ എടുത്ത ആൾക്കാർക്ക്. പണ്ടൊക്കെ 10 ലിറ്റർ 15 ലിറ്റർ ആണ് ഇപ്പോഴും പല ആൾക്കാരുടെയും മൈൻഡിൽ. 25 മുകളിലിട്ട് ആരും പ്രതീക്ഷിക്കുന്നതുമില്ല. അപ്പം ബ്രോയുടെ എക്സ്പീരിയൻസ്, ബ്രോയുടെ ഫാമിൽ തന്നെ ഇപ്പോൾ ഉണ്ട് 29 ലിറ്റർ. നല്ല പശുക്കൾ നിർത്തിയാൽ അതെ, നമുക്കൊരു 10 പശുവിന്റെ തൊഴുത്താണെന്നുണ്ടെങ്കിൽ അത് 15 ലിറ്റർ ആയാലും 25 ലിറ്റർ ആയാലും സ്പേസ് അല്ല അതുപോലെ വേണം. നിർത്താന്നുള്ളതാണ്. കാര്യമില്ല, കുറെ പശുക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല, ഉള്ളത് നല്ല പശുക്കളായിരിക്കണം. ഇപ്പൊ ഏറ്റവും കുറവ് എത്ര പാല് വരെ കിട്ടുന്ന പശുക്കളാണ് ഉള്ളത്? മിനിമം എത്ര ലിറ്റർ പാലുള്ള നിർത്തുന്നുണ്ട്? കുറവ് അല്ല, മിനിമം 20 ആണോ 15 ആണോ? ബേസ് കാണും. പശുക്കളെല്ലാം നിൽക്കുന്നത് പശുക്കളാണ് നമ്മൾ കൂടുതലെല്ലാം. എന്തെങ്കിലും നമുക്ക് സഹായങ്ങളോ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടോ?
കൂത്തുപറമ്പ് ബ്ലോക്കിന്റെ ഒരു 3 വർഷം മുമ്പേ സ്കീം സ്കീം MSDPയുടെ ആണോ അതോ ബ്ലോക്കിന്റെ? എത്ര പശുക്കളുടെ ആയിരുന്നു? 2 പശുവിന് സ്കീം ഇട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് സ്കീമാണോ എടുത്തേക്കുന്നത്? അല്ലല്ലോ, നമ്മൾ ഇഷ്ടം അല്ലാതെ വന്ന് എടുത്തേ. പശുക്കളെ അങ്ങനെ ഇപ്പൊ നമ്മളെ ഇപ്പൊ സീസൺ ആയതുകൊണ്ട് സീസൺ ആയതുകൊണ്ട് നമ്മളത് പശുക്കളെ മാറ്റി എടുക്കും. എങ്ങനെ ബൈ പ്രോഡക്റ്റ് ആക്കി കൊടുക്കണം? എങ്ങനെയാണ് പാലിന്റെ വിപണനം എങ്ങനെയാണ് ഇപ്പൊ നിലവില്? പാല് നമ്മള് ഫാമിൽ വന്നിട്ട് പാലായിട്ട് സപ്ലൈ ഇല്ല. നമ്മളെ ഫാമിൽ വന്നിട്ട് വാങ്ങുന്ന എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് കറന്നു കൊടുക്കുന്ന സംവിധാനം ലൈവായിട്ട് കണ്ടിട്ട് കറവ സമയത്ത് നോക്കിയിട്ട് എടുത്ത് അതറിഞ്ഞിട്ട് പുറത്തുനിന്ന് ആൾക്കാർ ഫാമിലേക്ക് പാലിനായിട്ട് വരും. ഏതൊക്കെ സമയത്താണ് നമ്മുടെ കറവ മിൽക്കിംഗ് ടൈം? നമ്മള് രാവിലെ ഒരു 4 മണിക്ക് സ്റ്റാർട്ട്. എത്ര മണി വരെ കറവ എത്തും? 6:30 മണി വരെ. കറവ 6:30 മണിക്കുള്ളിൽ എല്ലാം ഫിനിഷ് ആവും. കറവ കണ്ട് ചൂടോടെ ചൂടോടെ പാല് വാങ്ങാം അല്ലേ? അവർക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങുന്നവർക്ക് 6 മണിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ബാക്കിയുള്ള പാൽ എങ്ങനെ സൊസൈറ്റിയിൽ കൊടുക്കും? ബാക്കിയുള്ള പാല് സൊസൈറ്റിയിൽ കുറച്ച് സൊസൈറ്റിയിൽ കൊടുക്കും. പിന്നെ ബാക്കി നമ്മള് കൂടുതൽ ഒരു ദിവസം 200-300 ലിറ്ററിന്റെ അടുത്ത് ഇപ്പൊ നമ്മൾ ഒരു ദിനം മോരുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെ പാക്കറ്റ് ആക്കി ബോട്ടിലാക്കി സപ്ലൈ? അതൊക്കെ എത്ര രൂപയ്ക്കാണ് ലിറ്റർ? ഒരു ലിറ്ററിന് 60. പാൽ എത്രയാണ്? പാല് ഇപ്പൊ ഞാനിപ്പോ ഒരു 6 മാസമായിട്ട് 80 രൂപക്കാണ് 80 രൂപയ്ക്കാണ് 1 ലിറ്റർ പാല് വിൽക്കുന്നത്. അത് നമ്മള് പിന്നെ അങ്ങനെ അതിന്റെ ക്വാളിറ്റി നല്ല രീതിയിലാണ് ആ പാല് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ആൾക്കാർ നമ്മുടെ സൈറ്റിൽ ഒന്ന് വാങ്ങും. സൈറ്റ് ഒന്ന് 80 രൂപയ്ക്ക് വാങ്ങും. ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പൊ നിലവില്? ഒരു ദിവസം 180 ലിറ്ററിന്റെ അടുത്ത് പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ 2 വർഷം ആകുമ്പോൾ 200 മണ്ടയ്ക്ക് കയറും. ഓക്കെ, ഡെലിവറി ആയിട്ടുള്ളത് അല്ലേ? പിന്നെ എന്തെങ്കിലും അവാർഡ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞ വർഷം യുവകർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടോ? കേരള ഗവൺമെന്റ് പാട്യം പഞ്ചായത്ത് യുവകർഷക അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൽ നിലനിൽക്കാനും ഒരു താല്പര്യം കൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. സപ്പോർട്ടീവ് ആണ്, ഉണ്ട്. പിന്നെ നമ്മളെങ്ങനെ ബ്രീഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ കുട്ടികളൊക്കെ എങ്ങനെയാണ്? കുട്ടികളെ നമ്മള് കൂടെ നിർത്താറില്ല. പുല്ലെല്ലാം ഒരു 3-4 മാസം ആകുമ്പോഴേക്കും കൊടുക്കും, നല്ല വിലക്ക് തന്നെ വിൽക്കുന്നുണ്ട്. ഏതൊക്കെ സെമൻസ് യൂസ് ചെയ്തിട്ടാണ് കുത്തിവെക്കുന്നത്? NDDB ആണ് ചെയ്യുന്നത്. അതിലെ ബുൾ നമ്പേഴ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്, കീപ്പ് ചെയ്ത് വെക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. ഓരോ ബുള്ളിന്റെ നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടാണ് കാളക്കുട്ടിയാണെങ്കിലും പശുക്കുട്ടിയാലും. ഇപ്പൊ നമ്മളെ കൊണ്ട് ഉള്ള പശുക്കളെല്ലാം നല്ല ഹെവി സീസണിലെ പുറത്തുള്ള പശുക്കളായതുകൊണ്ട് അതിൽ ഉൽപാദനമുള്ള നല്ല കുട്ടികളെ കിട്ടും. അത്യാവശ്യം കുട്ടികളൊക്കെ നമുക്ക് എന്ത് റേറ്റിലൊക്കെ പോകുന്നുണ്ട്? നമുക്ക് വിൽക്കുന്നുണ്ട്, ക്വാളിറ്റി എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കുട്ടികളെ നോക്കി വേണ്ടവർക്ക് വാങ്ങി എടുക്കാറുണ്ട്. അവർക്ക് വളർത്തി കഴിഞ്ഞാൽ നാളെ ആയാലും പാലും കിട്ടണം. നല്ല പശുക്കളെ പാവലയ്ക്ക് വാങ്ങാൻ പറ്റാത്തവർക്ക് കൊച്ചിലെങ്കിലും വളർത്തി കൊണ്ടുവരാമെന്ന് 2 വർഷം 3 വർഷം കൊണ്ട് ബുക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ബുക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് കുട്ടികളെയൊക്കെയാണ് ബ്രീഡ് ചെയ്തിട്ട്. ഇപ്പൊ ഇതുപോലെ ബ്രീഡേഴ്സ് ഒക്കെ ഒരുപാട് കേരളത്തിൽ വരട്ടെ. കാരണം അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? അല്ല ചുമ്മാ ഏതെങ്കിലും പശുക്കളെ നമ്മൾ വളർത്തിയിട്ട് കാര്യമില്ല. വളർത്തുന്ന കുട്ടികൾ നല്ലതായിരിക്കണം. അതെ. നമ്മളിപ്പോൾ 3 വർഷം ഒരു പാലില്ലാത്ത ഒരു കുറവുള്ള കുട്ടികളെ വളർത്തുന്നതും സാധാരണ പാലുള്ള കുട്ടികൾ എല്ലാം സെയിം ആണ്. നമ്മുടെ ജോലി ഭാരം തീറ്റി കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഇതാരും ചിന്തിക്കത്തില്ല. വില കുറച്ച് എവിടെയെങ്കിലും കുട്ടി കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വളർത്തും. അല്ല, ആ സമയത്ത് തന്നെ നമ്മൾ നല്ല ബ്രീഡുള്ള പശുവിനെ വാങ്ങാം. രണ്ടും പ്രസവിക്കുന്ന സമയത്ത് ഒരെണ്ണത്തിന് 10 ലിറ്ററും ഒരെണ്ണത്തിന് 25-30 ലിറ്ററും ആയിരിക്കും. അതാണ് വ്യത്യാസം. ബാക്കി നമ്മുടെ ഈ എഫേർട്ടും കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ല. നമ്മുടെ തീറ്റ കൊടുപ്പ് നമ്മൾ 2-3 വർഷം അതിൻ്റെ പുറകിൽ നടക്കുന്നത് അതെല്ലാം സെയിം ആണ്. അപ്പം ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 10-20-30 പൈസ കൂടുതലാണെങ്കിലും നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. നമ്മുടെ ഫാമിലി നിർത്താനായാലും അവർക്ക് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് നല്ലത്.